എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ് നമുക്ക് ചൊല്ലാവുന്ന മന്ത്രങ്ങളെക്കുറിച്ച്, അതായത് ദാരിദ്ര്യമൊക്കെ മാറുന്നതിന് നമുക്ക് ചൊല്ലാവുന്ന മന്ത്രങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങളവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവതിനെയും ഭഗവാനെയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൂടോത്രം അല്ലെങ്കിൽ നമുക്കൊരു ഒടിവിദ്യ അല്ലെങ്കിൽ ശത്രുദോഷം ചെയ്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലക്ഷണങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കയറി കാണുക, ശത്രുദോഷം മാറ്റാനുള്ള. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഒടിവിദ്യ അല്ലെങ്കിൽ ശത്രുദോഷമൊക്കെ കിട്ടിയവർ, നമ്മൾ പൊതുവേ കൂടോത്രം എന്ന് പറയും, കൂടതന്ത്രം എന്നാണ് ശരിക്കും. അപ്പോൾ ശത്രുദോഷമൊക്കെ കിട്ടിയവരുടെ വീടുകളിൽ നമുക്ക് കുറേ ലക്ഷണങ്ങളൊക്കെ കാണാം. ആ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ പരിഹാരം ഞാൻ മുന്നുള്ള വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക കേട്ടോ. അപ്പോൾ ഭക്ഷണം വേഗം പാഴാവുക, അല്ലെങ്കിൽ അത് ചീത്തയായിട്ട് പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചീത്തയായി പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ശത്രുദോഷമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ, ലൈറ്റ്, കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ, കുക്കർ, ട്യൂബ് ലൈറ്റ് തുടങ്ങി പലതും പെട്ടെന്ന് അങ്ങനെ നശിഞ്ഞു പോകും. അതായത് ഒരു കാരണമില്ലാതെ അങ്ങനെ നശിഞ്ഞു പോകും. അതായത് ഇലക്ട്രിക് സാധനം, ലൈറ്റ്, കുക്കർ, ട്യൂബ് ലൈറ്റ് തുടങ്ങിയ അല്ലെങ്കിൽ കറണ്ടൊക്കെ പോവുക. അസാധാരണമായ ശബ്ദങ്ങളൊക്കെ രാത്രി കേൾക്കുക, നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഉറക്കക്കുറവുണ്ടാവുക, നിരന്തരം ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നതൊക്കെ ശത്രുദോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുക. ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരാളും വ്യക്തമല്ലാത്ത ചെറിയ രോഗങ്ങൾ ആവർത്തിച്ച് പൊട്ടിപ്പെട്ടുന്നതൊക്കെ ശത്രുദോഷമാണ്. നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അതായത് കാരണങ്ങളില്ലാത്ത അസുഖങ്ങൾ, നമുക്ക് വീട്ടിൽ ഭാരമായിട്ട് തോന്നുക, നമുക്ക് ശരീരത്തിൽ ഭാരം തോന്നുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് കയറണ പോലെ തോന്നുക, നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുക, സമ്മർദ്ദം ഉണ്ടാവുക, അസ്വസ്ഥതയൊക്കെ തോന്നുക, ഇതൊക്കെ ശത്രുദോഷമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോസ് ഒന്നും കാണുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ തിരുമേനിയോട് ചോദിക്കുക, എന്താണ് നമുക്ക് ശത്രുദോഷം ചെയ്യേണ്ടത്, ശത്രുദോഷത്തിന് പരിഹാരം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ശത്രുദോഷത്തിന് നമ്മൾ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് കടുക്. ഈ കടുക് ഒരു 16 എണ്ണ എടുത്തിട്ട് നമ്മളൊരു നാരങ്ങ മേടിച്ച് നാരങ്ങയുടെ ഉള്ളിൽ ഈ ഒരു നാരങ്ങ മുകളിലൊന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 16 കടുക് മണികൾ കയറ്റുക. അതിൽ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും വീട് ഒന്നൊഴിഞ്ഞ് നമ്മൾ ഒരു 4 കൂടിയ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് പുറകോട്ട് തിരിഞ്ഞിട്ടതിന് ശേഷം തിരിച്ച് പോരുക. തിരിഞ്ഞ് നോക്കാനൊന്നും പാടില്ല, വീടെത്തുന്നവരെ പോരുക. അപ്പോൾ നമ്മുടെ ശത്രുദോഷങ്ങൾ ഒരു പരിധി വരെ മാറും. അതുപോലെ തന്നെ ശത്രുദോഷം നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോയിട്ട്, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പട്ട് സമർപ്പിക്കുക, ചുവന്ന പൂക്കൾ സമർപ്പിക്കുക, ശത്രുദോഷത്തിനുള്ള പുഷ്പാഞ്ജലി കഴിക്കുക, ഉള്ള കാര്യങ്ങളൊക്കെ നടത്തുക. ശത്രുദോഷ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളൊക്കെ നശിപ്പിച്ച് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിത്യവും ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഗായത്രി മന്ത്രം എന്താണെന്ന് നമുക്കറിയാം. ഓം ഭൂർഭുവസ്സുഹം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യം ഹി ധിയോ യോ നഃ പ്രചോദയാത്. അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കാളിമേഘ ധ്യാനമാണ് ആദ്യം പറഞ്ഞത്, അത് ചൊല്ലാൻ നമുക്കറിയില്ലെങ്കിൽ തന്നെ കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മം ച പാലയ അത് ജപിക്കുക. കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ച കുലധർമ്മം ച മം ച പാലയ. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് ശത്രുദോഷ നിവാരണത്തിനൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഞാൻ പറയുന്നത് ഉപാസകരായിട്ടുള്ളവർക്കല്ല, സാധാരണ വ്യക്തികൾക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങളാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് ചെയ്യാവുന്നത്, നമ്മൾ കറുകപ്പട്ട എന്ന് പറയുക, സ്റ്റാർ പോലത്തുള്ളൊരു ഇതുണ്ടല്ലോ, ഗ്രാമ്പൂ എന്നിട്ട് തന്നെ പറയണം, ആ സാധനം നമ്മൾ എടുക്കുക, സ്റ്റാർ പോലത്തെ, അത് നമ്മുടെ തലയ്ക്ക് എടുത്ത് വെക്കുക, തലയ്ക്കാൻ ഭാഗത്ത് എടുത്ത് വെക്കുക, ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കുക. പിറ്റേ ദിവസം അത് അടുപ്പിലിട്ട് കത്തിച്ച് കളയുക. ശത്രുദോഷത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന നമുക്ക് ബെല്ല് ബട്ടൺ അമർത്തുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നിർത്തുന്നു. നന്ദി, നമസ്തേ.
ഓം നമ ശിവായ, ഓം നമോ നാരായണ, ഓം ഐം ക്ലീം സൗഹൃദം, ഓം ഭദ്രകാളിയെ നമഃ.